നമസ്കാരം. ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി ഗ്രാമത്തിലാണ്. വർഷങ്ങളായി തന്നെ കൊക്കോ കൃഷി നടത്തുന്ന ജോസ് മാപ്രയുടെ അരികിലാണ്. ചേട്ടാ നമസ്കാരം. ഇപ്പോൾ കൊക്കോയുടെ വിളവെടുപ്പാണല്ലേ? കൊക്കോ നമ്മളിപ്പം ഇപ്പോൾ അത്രയും വിളവുള്ള സീസണല്ല. ഇത് കൊക്കോയുടെ ഒരു കുഷൻ എന്ന് പറയും. ഈ കായ ഉണ്ടാകുന്ന ഭാഗത്താണ് കുഷൻ എന്ന് പറയും. തടിച്ച ഒരു ഭാഗം ഇങ്ങനെ കാണും. അപ്പോൾ ഒരു കൊക്കോയുടെ ജീവിതകാലം മുഴുവൻ എവിടെ നിന്നാണോ കായ ഉണ്ടാകുന്നത് അവിടെ നിന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കായ വിളവെടുക്കുന്ന കാര്യം വളരെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഈ കുഷിന് കേട് വരരുത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, ഞെടുപ്പ് നിർത്തി കട്ട് ചെയ്തെടുക്കാം. ഈ കുഷിന് കേടുവന്ന് കഴിഞ്ഞാൽ അവിടെ വീണ്ടും കായ ഉണ്ടാവില്ല. അത് പലർക്കും അത് വലിച്ചു പെറുകയോ ഇരിയോ ഒന്നും ചെയ്തത്. ഇത് ശാസ്ത്രീയമായിട്ട് പ്രൂണിങ് നടത്തിയിരിക്കുന്ന കൊക്കോയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം തുറന്ന് കാറ്റും വെളിച്ചവും അടിക്കണം. ഈ 2-3 ദിവസമേ കട്ട് ചെയ്ത് കളഞ്ഞിട്ട്. എന്നിട്ട് ഇത് CCRP 9 എന്ന് പറയുന്ന വെറൈറ്റിയാണ്. എന്താ വെറൈറ്റി? CCRP 9 കാർഷിക കലാശാല കൊക്കോ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഞാൻ കണ്ണ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചതുകൊണ്ടോ ബഡ് യൂണിറ്റ് കൊണ്ടോ ഇവിടെ വെച്ച് ബഡ് ചെയ്തിരിക്കുന്നതാണ്. ബഡ് സൈസ് മാറ്റി ഇത് 3-4 വെറൈറ്റി ഞാൻ കൊണ്ടുവന്നെങ്കിലും ഇത് ഒരു മെച്ചപ്പെട്ട വെറൈറ്റിയാണ്. CCRP 9 എന്ന് പറയുന്ന സാധനമാണ്. ആവറേജ് തൊണ്ട് കിട്ടിയേ ഉള്ളൂ, നിറച്ച് പരിപ്പുണ്ട്. വേനൽക്കാലത്ത് കായ്ക്കും. ഇതുകൊണ്ടോ വേനൽക്കാലത്തും ആവറേജ് വിളവുണ്ട്. ഇപ്പം ഇത് വേനൽക്കാലമാണ്. വേനൽക്കാലം അവസാനിച്ച് മഴക്കാലം ആകുന്നതിന് മുമ്പാണ് നമ്മളിങ്ങനെ പ്രൂൺ ചെയ്യേണ്ടതല്ലേ? അതെ. ഈ പ്രൂൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകൾ തട്ടിലേക്കുള്ള കമ്പ് വെട്ടിക്കളയണോ? മുകളിലേക്കുള്ള കമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ തുറന്ന് ഇവിടെ കാറ്റും വെളിച്ചവും അത്യാവശ്യം ഇതിൽ സൂര്യപ്രകാശം അടിക്കാൻ പാകത്തിന്. ഇതിപ്പം ഇത് കൂടുതൽ കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വേനൽക്കാലം കൊണ്ട് പൊള്ളലേ ഇപ്പം കൂടിയൊക്കെ കളയേണ്ടതാണ്. ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടോ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെയുള്ള കമ്പുകൾ തുറന്നു കിട്ടില്ല. നമ്മൾ മരുന്നടിക്കാനും ബോർഡോമിസം അടിക്കുമ്പോൾ ഒക്കെ എല്ലായിടത്തും ചെല്ലും. ഈ ബോർഡോമിസം അടിക്കേണ്ടത് വർഷത്തിൽ ഏത് മാസമാണ്? അതായത് ഹൈറേഞ്ചിന്റെ ഒരു കാലാവസ്ഥയിൽ സൈറ്റോത്തീറ പാമിമോറ എന്നൊരു കുമിളിന്റെ ശല്യം കൊണ്ട് മെയിനായിട്ട് അതാണ്. സൈറ്റോത്തീറയാണ്. വേറെ ഉണ്ട് കുമിളുകൾ. അപ്പൊ ഈ കരിങ്കായ് ഉണ്ടാവുക, അല്ലെങ്കിൽ ചീച്ചല്, പനിപ്പ്, ബ്രൗൺ നിറത്തിൽ കാച്ചീഞ്ഞ് നശിക്കുന്നു പോണ ഒരു ഇതുണ്ട്. വളരെ വ്യാപകമായ ഒരു പ്രശ്നമാണ് കൊക്കോയസ്. അപ്പൊ അടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അടിക്കേണ്ടത്? ശിഖരങ്ങളിൽ മിശ്രം നമുക്ക് മെയ് അവസാനം പുതുമണിക്ക് തൊട്ട് മുമ്പായിട്ട് 1% വീര്യമുള്ള ബോർഡർ മിശ്രം ശരിക്കും സ്പ്രേ ചെയ്യുക. ഇപ്പൊ ഇലയിലൊന്നും ചെല്ലണമെന്നില്ല, കണ്ടവൻ മരുന്ന് വേണ്ടി വരും. മെയിനായിട്ട് ഈ തായ്തണ്ടയിലും ഈ ബ്രാഞ്ചസിലും ഈ കായലും എല്ലാം ചെല്ലാൻ പാകത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ശരി. അതുകൊണ്ട് 1 ലിറ്റർ മരുന്നെങ്കിലും വേണ്ടി വരും. ഇതിപ്പോ എത്ര വർഷമായി കൊക്കോ ചെടിയാ? ഇതൊരു ബഡ് ചെയ്തിട്ട് 8 വർഷം. ബഡ് ചെയ്തിട്ട് ഒരു 8 വർഷമായി. എങ്ങനെയാണ് നല്ല സീസണിലൊക്കെ എത്രത്തോളം ആദായം കിട്ടും? ഒരു കൊക്കോയിൽ നിന്ന് ഇതുപോലെ ആവറേജ് വിളവുള്ള നല്ല ഇനം കൊക്കോയാണെങ്കിൽ ഒരു വർഷം ഒരു 2 കിലോ വരെ ഉണക്കപ്പരിപ്പ് ഒരു കൊക്കോയിന്. ഇപ്പോൾ 2 കിലോ വരെ ഉണക്കപ്പരിപ്പ് കിട്ടാന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. കാരണം 1000 കഴിഞ്ഞു കൊക്കോയുടെ വില. അതിപ്പോഴാണ് നമ്മൾ സാധാരണ അത്രയും വില നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എങ്കിൽ പോലും നമുക്ക് 2 കിലോ പരിപ്പ് നമുക്ക് 8 വർഷമൊക്കെ ആയിട്ടുള്ള കൊക്കോയിൽ നിന്ന് കിട്ടും. കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായ ഈ ഐവറി കോസ്റ്റിലെ ഉൽപ്പാദനം വളരെ കുറഞ്ഞു. അതുകൊണ്ടാണ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു എല്ലാ മരങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പോയി റബ്ബറിലേക്ക് കാണാൻ പോലെ അടിയേരങ്ങൾ മുഴുവൻ വയസ്സായി അതുകൊണ്ട് മുരടിച്ച് അതിൻ്റെ ആരോഗ്യം കുറഞ്ഞ് ആ കമ്പ് ഉണങ്ങി നശിച്ചു പോകും. അപ്പോൾ ഈ പടർന്ന് നിൽക്കുന്ന പടർന്നു നിൽക്കുമ്പോൾ ശിഖരങ്ങളിലേക്ക് കാറ്റും വെളിച്ചവും കിടക്കത്തക്ക തരത്തിൽ വലിക്കുന്നത് ഈ ശിഖരത്തിലും ഈ ഇതിലേക്കും വരും. അപ്പോൾ അങ്ങനെ എല്ലാ മരങ്ങളും ഇങ്ങനെ പ്രൂൺ ചെയ്ത് കാറ്റും വെളിച്ചവും കിടക്കാവുന്നത് പോലെ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഈ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കുറയുകയും പൂവും കായും ഉണ്ടാകുന്ന പ്രവണത കൂടുകയും ചെയ്യും. ശരി. മറ്റേ മരം വളർന്നു പോയി കഴിഞ്ഞാൽ ഈ തണ്ടും ഇലയും ഉണ്ടായി മുകളിലേക്ക് വളരും. ഇപ്പൊ ഇത്ര കായ ഉണ്ടായിക്കൊണ്ടെന്ന് കൊക്കോയ്ക്ക് നിർബന്ധമൊന്നുമില്ല. കൊക്കോ മരം വളരുക എന്നുള്ളതാണ് നമ്മുടെ പരിപാലനം പോലെ. അപ്പം നമ്മളതിനെ ഒരു ഷോക്ക് കൊടുത്ത് അതിന് നിയന്ത്രിച്ച് അപ്പോൾ വിളവെടുക്കാനും മരുന്നടിക്കാനും എല്ലാത്തിനും. ഇപ്പം ഞാൻ ഒരൊറ്റ എണ്ണത്തിൽ ചവിട്ടി കയറുന്നില്ല, തൂട്ടി ഉപയോഗിക്കുന്നില്ല. നിലത്ത് നിന്ന് തന്നെ പറിക്കാവുന്ന പോലെ അതൊരു കാര്യമാണല്ലേ? നമുക്ക് നിലത്ത് നിന്ന് പറിക്കാവുന്ന പോലെ. നമുക്ക് ഈ കയറുമ്പോൾ ഈ പൂവിന് പരിപ്പ് ചെയ്താലെല്ലാം നശിച്ചു. അതുകൊണ്ടാണ് ഈ നിശ്ചിത ഉയരത്തിൽ നിയന്ത്രിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിർത്തുക. ചോട്ടിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും അല്ലേ? മരുന്നടിക്കാൻ എളുപ്പമുണ്ട്.